ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറേ പേരൊക്കെ ചോദിച്ചു തുടങ്ങി എവിടെ പോയി, എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ. അപ്പോൾ ഒന്നുമല്ല, ഞാനിപ്പം കേക്കിന് ഓർഡർ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും പിന്നെ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയി. അതാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കങ്ങനെ കേക്ക് ഓർഡേഴ്സ് കിട്ടിയപ്പോഴുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. നമ്മൾ കേക്കിന് ഓർഡർ എടുക്കാൻ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് രാവിലെ തന്നെ ഞാൻ നല്ല ഇൻട്രസ്റ്റിലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഫാൻസി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സാലഡ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കുക, പിന്നെ ഓട്സും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ളൊരു കത്തിൻ്റെ സെറ്റാണ്. ഇതിൽ 7 കത്തിയും പിന്നെ കത്തി മൂർച്ച കൂട്ടാനായിട്ടുള്ളൊരു സംഭവമാണ് വരുന്നത്. അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെതാണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം, ഈ കത്തി ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ബോക്സാണ്. നല്ല കട്ടിയുള്ള വുഡൻ ബോക്സാണ്. അത്ര പെട്ടെന്നൊന്നും കേട് വരില്ല. കത്തികളൊക്കെ പലതും പല സൈസിലാണുള്ളത്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഒരു ക്യാരറ്റും ഒരു കുഞ്ഞു പൊട്ടറ്റോയും പിന്നെ നമ്മുടെ നാടൻ വഴുതന അതും ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കുറച്ചൊരു കട്ടി തന്നെ മുറിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ചിക്കനും കൂടെ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പം എല്ലാം ഒന്ന് ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഡിസാനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെത്. നല്ല ഓയിലാണ്, നമുക്കിപ്പം ഫ്രൈ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒലീവ് ഓയിലാണിത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പം ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് 4 പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഉമ്മ അങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടപ്പം അതിൽ നിന്ന് ഒരു 3-4 പീസൊക്കെ എടുത്തിട്ട് പൊരിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചിക്കന് ഞാനൊരു 4 പീസ് എടുത്തിട്ട് ഇപ്പം പൊരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്യാരറ്റും പൊട്ടാറ്റോയും മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽക്ക് പിന്നെ ഞാൻ വേറെ പൊടികളോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പ് പോലും ഇട്ടിട്ടില്ല. ആ ചിക്കൻ്റെ മസാല ഓയിലിലേക്കായിട്ട് ആ ഓയിലിൽ വെജിറ്റബിൾസ് സോട്ട് ചെയ്യുകയാണ് ചെയ്യണത്. പൊട്ടറ്റോ കുക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടറ്റോയും ക്യാരറ്റും ഓയിലിൽ നിന്ന് എടുത്തിട്ട് മാറ്റിയിട്ട് പിന്നെ വഴുതന ഇട്ട് കൊടുത്തു. വഴുതന എല്ലാത്തിൻ്റെയും കൂടെ ഇടാൻ എന്താ വെച്ചാൽ ചിലപ്പോൾ വെന്തലിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഇപ്പം വഴുതന ഇട്ടിട്ട് അതും ആ ഓയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഒലിവ് ഓയിലിന് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, ഒരു കുത്തുന്ന പോലെ തോന്നും. ചിലർക്കൊന്നും ആ ടേസ്റ്റ് ഇഷ്ടാവില്ല. അത് കാരണം കുറേ പേര് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ മടിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒലിവ് ഓയിലിന് അങ്ങനത്തെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ആ ഒരു മൈൽഡായിട്ടുള്ള ടേസ്റ്റേ ഉള്ളൂ. അല്ലാതെ ഒലിവ് ഓയിലിൻ്റെ ആ ഒരു കുത്തുന്ന ഫ്ലേവറും ടേസ്റ്റും ഒന്നും ഇതിന് വന്നിട്ടില്ല. ഇനി ഓട്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഓട്സും ഡിസാനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് ഇവർ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഓട്സ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ആക്കണത്. അപ്പം 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കും. അങ്ങനെ ഓട്സ് കുക്കാവാൻ അധികം സമയമൊന്നും വേണ്ട, ഏകദേശം ഒരു 3-4 മിനിറ്റ് തന്നെ മതി. പിന്നെ ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ മധുരമൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ചേർക്കാം. പിന്നെ കുറച്ചും കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് തേൻ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഓട്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടും. അങ്ങനെ അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ആ സാലഡ് മുഴുവൻ ഞാനല്ല കേട്ടോ കഴിക്കുക, അനിയന്മാർക്കും ഉമ്മക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അത്രയും സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത്.
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ്. കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ എടുക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2-3 ദിവസമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ, പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ കുറേയൊക്കെ വാങ്ങിച്ചിരുന്നു, പിന്നെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്. അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ഞാനും അനിയനും കൂടെയാണ് പോണത്. ഞാൻ കേക്കിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ടൗണിൽ നിന്ന്, കോഴിക്കോട് നിന്നാണല്ലോ വാങ്ങിക്കലുള്ളത്. പിന്നെ ഇവിടെയും അത്യാവശ്യം നമുക്ക് കേക്കിന് വേണ്ട ചോക്ലേറ്റ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടുന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് ഓർത്തത് നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മഴ ഇങ്ങനെ പെയ്യുന്നുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് നിൽക്കാനോ. ഇപ്പം നല്ലോണം മഴ മൂടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴ പെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അവരെന്നെ കാറിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോവാണ്. വീട്ടിലെത്തിയ പാടെ തന്നെ ഞാൻ കേക്കിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്താ വെച്ചാൽ ഇന്ന് 4 കേക്ക് ഉണ്ട് ഡെലിവറി ചെയ്യാനായിട്ട്. ഒരു ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും പിന്നെ 2 പുൾമിയപ്പുമാണ് ഉള്ളത്. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഞാൻ തലേ ദിവസം തന്നെ കേക്കെല്ലാം സെറ്റാക്കിയിട്ട് രാവിലെ അത് ക്രം കോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇതിപ്പം ഞാൻ പുൾമിയപ്പിനുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചോക്ലേറ്റ് പുൾമിയപ്പും പിന്നെ ടെൻഡർ കോക്കനട്ട് പുൾമിയപ്പുമാണ് ഇന്ന് ഓർഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ വൈറ്റ് ഫോറസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കും. അതിന് ശേഷമാണ് ഡെലിവറി ചെയ്യുക. നമുക്ക് ഹോം ഡെലിവറി ഉണ്ട്. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കേക്ക്സ് വീട്ടിലേക്ക് എത്തിക്കും. പിന്നെ ഹോം ഡെലിവറി എന്ന് പറയുന്നത് കോഴിക്കോട് ടൗൺ വരെയും മലപ്പുറം ഭാഗത്താണെങ്കിൽ തിരൂർ വരെയാണ് ഹോം ഡെലിവറി ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ കേക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഡ്രോവറിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ കേക്ക്സിൻ്റെ എല്ലാ സംഭവങ്ങളും വെക്കലുള്ളത്. അതായത് കേക്ക്സിൻ്റെ ടൂൾസ് കംപ്ലീറ്റ് ഈ ഡ്രോവറിൻ്റെ അകത്താണ്. അപ്പം എല്ലാം കൂടി ഇങ്ങനെ കുന്നുകൂടി കിടന്നിട്ട് ഭയങ്കര പണി എടുക്കാനായിട്ട്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്റ്റോറേജ് ടേബിൾ നമ്മൾ കുറേ മുന്നേ ഉണ്ടാക്കിപ്പിച്ചതേനു. ഇതിൻ്റെ സാധനങ്ങൾ വെക്കാന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടേനു ഉണ്ടാക്കിപ്പിച്ചത്. പക്ഷേ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ കേക്ക് ബോർഡുകളും അതുപോലെ കേക്കിന് ആവശ്യമായിട്ടുള്ള സകല സാധനങ്ങളും ഇതിലേക്ക് മാറ്റി ഇപ്പം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ക്ലീനൊന്നും ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും സാധനം വേസ്റ്റായിട്ട് വന്നിട്ടുള്ളതേനു. അങ്ങനെ അതൊക്കെ കൊണ്ടിട്ട് കളഞ്ഞു. ഇനി ഞാൻ കേക്കിൻ്റെ മേലെ വെക്കാനുള്ളൊരു താങ്ക് യു നോട്ട് റെഡിയാക്കുകയാണ്. ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് റെഡിയാക്കണത്. അപ്പോൾ അതിനുള്ള പേപ്പർ പീസസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് കേക്ക് ബോക്സിൽ വെച്ചിട്ട് പാക്ക് ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ഡെലിവറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അപ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് റിബണൊക്കെ കെട്ടി സെറ്റാക്കി വെക്കുകയാണ്.
എല്ലാ കേക്കിൻ്റെ മേലെയും നമ്മുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഈ ലോഗോ എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത് AB ആർട്ട് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജാണ്. ഇതിന് മുന്നേ അവരെനിക്ക് കുറേ ലോഗോസ് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല പേജാണ്, നല്ല അടിപൊളി ഡിസൈൻസ് ആണ്. അപ്പോൾ വേണമെന്നുള്ളവർ അവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ കേക്കൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇവരത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. പിന്നെ അൽഹംദുലില്ലാ നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. നമ്മുടെ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അവർ അയച്ചു തന്നിട്ടുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും നമ്മുടെ കേക്ക്സ് കഴിച്ച് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് താല്പര്യമുള്ളവർ കേക്ക് ഓർഡർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്